പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, ഇന്ന് നോമ്പിൻ്റെ 11ാമത്തെ ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് +2 പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ശരിക്കും അവർ പഠിച്ച കാര്യങ്ങളൊക്കെ ഓൺലൈനിലും ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പഠനമൊക്കെ ചിലപ്പോൾ വേണ്ട രീതിയിൽ വിചാരിച്ച രീതിയിലൊന്നും വന്നിട്ടുണ്ടായിരിക്കില്ല ഇത്തവണ. പക്ഷേ ശരിക്കും ഈശോ അവരെ സഹായിക്കണം. ഇന്ന് അവർക്ക് ശരിക്കും അവരുടെ ബുദ്ധിശക്തിയെ പ്രകാശിപ്പിക്കുന്ന ഒരു വചനമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് പേര് ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് കുറേ കൂടി പഠിക്കാനായിട്ട്, മാത്സ് പഠിക്കാൻ, ഇംഗ്ലീഷ് പഠിക്കാൻ, ഹിസ്റ്ററി പഠിക്കാനൊക്കെ ആയിട്ട് അവർക്ക് ഭയങ്കര ഒരു പ്രചോദനമായ ഒരു വചനമാണെന്ന് പറയുന്നത്. അത് യോഹന്നാൻ്റെ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14:26. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അതായത് സഹോദരങ്ങളെ, യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് യേശു പറഞ്ഞ പല കാര്യങ്ങളും ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. എന്നാൽ പെന്തകുസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിലേക്ക് വന്നപ്പോഴോ യേശു പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർക്ക് മനസ്സിലായി. അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ അവർക്ക് സാധിച്ചു. സഹോദരങ്ങളെ, ഇന്ന് ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ വേണ്ട വിധത്തിൽ നമ്മൾ ഉണർത്താതെയാണ് നമ്മളുടെ പഠനം നടത്തിയിട്ടുള്ളതെങ്കിൽ ചിലപ്പോൾ അല്പം ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്നിയേക്കാം. എങ്കിലും സഹോദരങ്ങളെ, ഇന്ന് പരിശുദ്ധാത്മാവിനെ മക്കൾ പ്രത്യേകമായിട്ട് നന്നായിട്ട് വിളിച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ +2 വിദ്യാർത്ഥികളെല്ലാവരും, നിങ്ങൾക്ക് ഏതൊക്കെ വിഷയങ്ങൾ ബുദ്ധിമുട്ടുണ്ടോ അതിന് മുൻപ് ഒരു 10 മിനിറ്റ് പരിശുദ്ധാത്മാവേ 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 ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ എന്ന് ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് മക്കളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഒരു ഗിഫ്റ്റിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിനത്തിൽ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി. പിതാവായ ദൈവമേ, ഇന്നത്തെ ശുശ്രൂഷയിൽ, നോമ്പിൻ്റെ ശുശ്രൂഷയിൽ ഞങ്ങൾ +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ പഠന മേഖലയിലൊക്കെ ഈ ഒരു വർഷത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് നേരിട്ട് അധ്യാപകരിൽ നിന്നുള്ള പഠനമൊന്നും പലപ്പോഴും ഉണ്ടായിട്ടില്ല. ഈശോയെ പ്രത്യേകിച്ച് അവരെ സമർപ്പിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവാത്ത ഭാഗങ്ങളെല്ലാം ഓർക്കുന്നു. ഈശോയെ, പഠനത്തിന് മുൻപ് പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരു 10 മിനിറ്റ് വലിയ ആഗ്രഹത്തോടുകൂടി പരിശുദ്ധാത്മാവെ എൻ്റെ അന്തരംഗങ്ങളെ ശുദ്ധീകരിക്കണമേ, ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ആഗ്രഹത്തോടെ ഇത് ഉരുവിടുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങ് അഭിഷേകം ചെയ്യണമേ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവജനം അനുഗ്രഹിക്കപ്പെടും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.